everyone. SSC MTS എക്സാമിനെ ഫോക്കസ് ചെയ്ത് വൊക്കാബുലറി സെഷന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, വൊക്കാബ് ഷോർട്സ്. അപ്പൊ ഇതിൽ നമ്മൾ ഇഡിയംസ്, അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിയംസ് ഓരോന്നിന്റെയും 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ച് കണ്ടുവരുന്ന വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വേർഡ്സ് ഒരിക്കലും മറക്കൂല. അതുകൊണ്ട് തന്നെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇഡിയംസ്, കുറച്ച് കോമൺ ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ഇഡിയംസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊന്ന് നോക്കാം. ആദ്യത്തത്, പിന്നെ ഓരോ ഇഡിയംസിന്റെ പിന്നിലും ഓരോ ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഓരോ ഇഡിയംസ് കാണുമ്പോൾ ഇഡിയംസും അതുപോലെ അതിന്റെ മീനിങ്സും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ എന്ന്. ശരിക്കും അതിന്റെ ബാക്ക് സ്റ്റോറി അറിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മറന്നുപോയില്ല, നിങ്ങൾക്ക് ആ ഒരു ഇഡിയം കാണുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോറി ഓർമ്മ വരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആൻസറിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം തന്നെ ആദ്യത്തെ വേർഡ് നമുക്ക് നോക്കാം. ബ്രേക്ക് ദ ഐസ്. ആദ്യത്തെ ഫ്രേസ് ആണ് ബ്രേക്ക് ദ ഐസ്. അപ്പം ബ്രേക്ക് ദ ഐസ്, ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ മീനിങ് ഇവിടെ കൊടുത്തേക്കുന്നത് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഓർ മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ. അപ്പൊ ഇതാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നൂല. അങ്ങനെയല്ല. ശരിക്കും നമ്മൾ ഈ ഐസ് അതുപോലത്തെ ഉള്ള സ്ഥലത്തൂടെയൊക്കെ, ഓഷ്യൻസിലൂടെ ഷിപ്സ് പോകുന്ന സമയത്ത് ഈ ഐസ് ബ്രേക്ക് ചെയ്തിട്ടാണ് പോവുക, അതിന്റെ പാത്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴി അത് കോൺവെർസേഷനുമായിട്ട് കണക്ട് ചെയ്താൽ തന്നെ നമ്മൾ ഒരു കോൺവെർസേഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ആ ഐസ് ബ്രേക്ക് ചെയ്യുന്ന പോലെ അവിടുത്തെ ആ ഒരു എന്താ പറയാ, ഒരു കംഫർട്ടബിൾ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു അൺകംഫർട്ടബിൾ ഫീല് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ. അതുകൊണ്ടിട്ടാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്ന ആ ഒരു ഇഡിയത്തിന് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഓർ മേക്ക് പീപ്പിൾ ഫീൽ കംഫർട്ടബിൾ. അപ്പൊ ഷിപ്പിന് പോകണമെങ്കിൽ ഐസ് ബ്രേക്ക് ചെയ്താൽ പാത്ത് ക്ലിയർ ആക്കണം. അതുപോലെ തന്നെയാണ് ഒരു കോൺവെർസേഷൻ തുടങ്ങണമെങ്കിൽ, എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ ഒരു കംഫർട്ടബിൾ ഫീൽ വരണം, അല്ലേ? അപ്പൊ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ വരികയാണ്, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ വരികയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ജോക്ക് പറഞ്ഞിട്ട് ആ ഒരു കൂളാക്കി, അറ്റ്മോസ്ഫിയർ ഒന്ന് കൂളാക്കിയിട്ട് നമ്മൾ സംസാരിക്കൂലേ, ആ ഒരു സംഭവമാണ് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്. ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഈ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ബൈറ്റ് ദ ബുള്ളറ്റ്. അതിന്റെ മീനിങ് വരുന്നത് ടു ഫേസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബ്രേവ്ലി. ധൈര്യത്തോടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുക എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ബൈറ്റ് ദ ബുള്ളറ്റ് അവിടെ എങ്ങനെ വന്നു? അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. 19th സെഞ്ച്വറിയിൽ ഈ അനസ്തേഷ്യ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ, അപ്പം എന്തെങ്കിലും സർജറി അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാനായിട്ട് അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ആ പെയിൻ എൻഡ്യൂറൻസ്, ആ പെയിൻ നമ്മൾ സഹിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സോൾജിയേഴ്സിന് വൂൺസ് ഒക്കെ ഉണ്ടാകുമ്പം അവരുടെ ആ വൂൺസ് എന്താ പറയാ, ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാട്രിഡ്ജിലെ ബുള്ളറ്റ് എടുത്ത് ഇങ്ങനെ കടിക്കാനായിട്ട് കൊടുക്കും. അപ്പൊ അത് കടിച്ചു പിടിച്ചാണ് അവർ ആ പെയിൻ എൻഡ്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ടാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിന് ഈ മീനിങ് വന്നത്, ടു ഫേസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബ്രേവ്ലി. അപ്പൊ അനസ്തേഷ്യ ഇല്ലാതെ അവർ അത്രയും പെയിൻ എന്താ പറയാ ടോളറേറ്റ് ചെയ്തത് ഈ ഒരു ബുള്ളറ്റ് കടിച്ചിട്ടല്ലേ. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ബൈറ്റ് ദ ബുള്ളറ്റിന്റെ മീനിങ് ടു ഫേസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബ്രേവ്ലി അങ്ങനെ വന്നത്. അപ്പൊ അടുത്തത് ഹിറ്റ് ദ സാക്ക് ടു ഗോ ടു സ്ലീപ്പ്. ഉറങ്ങാൻ പോവുക. ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്ന ഫ്രേസിന്റെ അർത്ഥമാണ് ഉറങ്ങാൻ പോവുക. പണ്ടൊക്കെ ഈ ബെഡ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആളുകൾ ഉറങ്ങിയിരുന്നത് സാക്സിന്റെ ഉള്ളിൽ ഈ വൈക്കോലൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് സാക്ക് ബെഡ് പോലെ ഉണ്ടാക്കിയിട്ടാണ് കിടന്നുറങ്ങാറ്. അതുകൊണ്ടിട്ടാണ് ഹിറ്റ് ദ സാക്കിനെ ടു ഗോ ടു സ്ലീപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് ടു റിവീൽ എ സീക്രട്ട്. എന്തെങ്കിലും ഒരു സീക്രട്ട് റിവീൽ ചെയ്യുക. നമ്മൾ ആക്സിഡന്റലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയൂലേ, ആ ഒരു സീക്രട്ട് റിവീൽ ചെയ്യുക എന്ന ആ ഒരു മീനിങ്ങിലാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയാം. അതിന്റെ പിന്നിലും ഉണ്ടൊരു സ്റ്റോറി. അതായത് ഈ പിഗ്ലെറ്റ് പന്നി കുഞ്ഞുങ്ങളെയൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ സെയിൽ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന ഈ എന്താ പറയാ സ്കാം ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാക്കിന്റെ ഉള്ളിൽ പിഗ്ലെറ്റ്സിന്റെ ഒപ്പം തന്നെ ക്യാറ്റ്സ് ഇല്ലേ, ക്യാറ്റ്സിനെയും കൂടെ വെക്കും. എന്നിട്ട് ഇത്രയും പിഗ്ലെറ്റ്സിനെ സെയിൽ ചെയ്തിട്ട് അതിന്റെ എമൗണ്ടും വാങ്ങിക്കും. അപ്പൊ അതിന്റെ ഉള്ളില് പിഗ്ലെറ്റിന് പകരം ക്യാറ്റ്സും ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അത് ആൾ അറിയൂല, വാങ്ങിക്കുന്ന ആൾ അറിയൂല. അപ്പൊ എന്ത് ചെയ്യും, ഇയാള് പിന്നീടാണ് ഇതിങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഈ സാക്കൊക്കെ മാറ്റി നോക്കുമ്പോൾ പിഗ്ലെറ്റ്സിന് പകരം ക്യാറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ടിട്ടാണ് എന്തെങ്കിലും ഒരു സീക്രട്ട് നമ്മൾ റിവീൽ ആവുമ്പോഴേക്കും ആ ഒരു കാര്യം അവിടെ റിവീൽ ആയില്ലേ, പിഗ്ലെറ്റ്സിന് പകരം ക്യാറ്റ്സിനെ വെച്ച് പറ്റിച്ചതാണെന്ന്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സീക്രട്സിനെ റിവീൽ ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇതിന് എന്താ പകരം പറയുന്ന ഒരു ഫ്രേസ് ആണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അപ്പൊ അടുത്തത് വൺ ഇൻ എ ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ.
അപ്പൊ ഈ ഒരു റെയർ ആയിട്ട് സംഭവിക്കുക എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, അത് കൂടുതൽ പേർക്കും അറിയാവുന്നതുമാണ്. ബ്ലൂ മൂൺ ഭയങ്കര റെയർ ആയിട്ട് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ടാണ് റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ആ ഒരു പറയുമ്പോൾ നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അടുത്തത് അണ്ടർ ദ വെദർ, ടു ഫീൽ സിക്ക് ഓർ അൺവെൽ. നമുക്ക് വയ്യ അല്ലെങ്കിൽ ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ആ ഒരു മീനിങ്ങിൽ പറയുന്നതാണ് അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷിപ്പിലൊക്കെ പോകുന്ന സമയത്ത് ചില സെയിലേഴ്സിന് വയ്യാതാവുമ്പോൾ അവര് ഷിപ്പിന്റെ അടിയിലുള്ള ബിലോ ഡെക്കിലേക്ക് അവരെ മാറ്റും. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. അപ്പൊ വെദർ ചേഞ്ചസ് കൊണ്ടാണ് അവർക്ക് വയ്യാതെ വരുന്നത് ഓഷ്യനിലൂടെ പോകുന്ന സമയത്ത്. അപ്പൊ അവരുടെ ആ വയ്യാഴിക വരുമ്പോൾ അവരെ അടിയിലോട്ട് മാറ്റും. ആ ഒരു മീനിങ്ങിലാണ് അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. ടു ഫീൽ സിക്ക് ഓർ അൺവെൽ. അടുത്തതായിട്ട് പീസ് ഓഫ് കേക്ക്. പണ്ട് ഈ ആഫ്രോ അമേരിക്കൻസ് ഇല്ലേ, ആഫ്രിക്കൻസിനെ കൊണ്ടുവന്ന് സ്ലേവ്സ് ആക്കി അവരെ അടിമപ്പെടുത്തി ഇരിക്കുന്ന സമയത്ത് ഈ ആഫ്രിക്കൻസ് അവരുടെ എന്താ പറയാ ഒഫീഷ്യൽസിനെ കളിയാക്കിക്കൊണ്ട് ഒരു കോമ്പറ്റീഷൻ പോലെ നടത്തുമായിരുന്നു. അതിൽ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ കപ്പിൾസ് ആയിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. അപ്പൊ അവരെ മോക്ക് ചെയ്ത് ഒരു ഫണ്ണായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതിന്റെ സമ്മാനമായിട്ട് കൊടുത്തിരുന്ന ഒരു കേക്കാണ്. അപ്പൊ ഭയങ്കര ഈസി ആയിട്ട് അതിൽ വിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിൽ കിട്ടുന്നതും കേക്കാണ്. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് പീസ് ഓഫ് കേക്കിന്റെ മീനിങ് സംതിങ് വെരി ഈസി. ഭയങ്കര ഈസി ആയിട്ട് ഉള്ള കാര്യങ്ങൾ അതിനെ കാണിക്കാനായിട്ടാണ് പീസ് ഓഫ് ദ കേക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ്, സംതിങ് വെരി എക്സ്പെൻസീവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളതല്ലേ കൈയും കാലും, അത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് തന്നെ എത്രയും വില മതിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാനായിട്ടാണ് എന്താ പറയുന്നത്, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് ഇങ്ങനെ പറയുന്നത്. അടുത്തതായിട്ട് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, ടു വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. അതായത് പണ്ട് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇപ്പൊ ലൈറ്റ്സ് ഇല്ലല്ലോ, അപ്പോൾ എന്താണ് ലാംപ്സ് ഒക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ആളുകൾ വർക്ക് ചെയ്തിരുന്നത് നൈറ്റ് ഒക്കെ. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഒരുപാട് രാത്രി വരെ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുമ്പം അതിനെ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ചൊക്കെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്, അതുപോലെ എന്താ പറയാ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഇതൊക്കെ നമുക്ക് ഒരു വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ. അത് ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റോറി ഓർത്ത് വെച്ചിരുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു വേർഡ്സിന്റെ മീനിങ് ഇങ്ങനെ മൈൻഡിലോട്ട് വരും. അതുകൊണ്ടിട്ടാണ് ഈ ബാക്ക് സ്റ്റോറി ഓർത്ത് വെക്കണം. പലരും ചിന്തിക്കുന്ന കാര്യമായത്. ഒരു ഇടിയും അതിന്റെ മീനിങ് തമ്മിൽ ഒരു ബന്ധമില്ല. ശരിക്കും അതിന്റെ സ്റ്റോറി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അടുത്തതായിട്ട് കിക്ക് ദ ബക്കറ്റ്, ടു ഡൈ, മരിക്കുക എന്ന മീനിങ് വരുന്നതാണ് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്ന ഫ്രേസ്. അപ്പൊ ഈ ബക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ലാങ്ങിന് മരിക്കുക, ഡെത്തിനോടൊരു റെസംബ്ലൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ മരിക്കുന്നതിന് മുന്നേ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബക്കറ്റ് ലിസ്റ്റ് ആക്കി പറയൂലേ. അപ്പൊ ആ ഒരു ഇതിലാണ് ബക്കറ്റ് സ്ലാങ്ങിന് ഡെത്ത് എന്ന് പറയുന്ന മീനിങ് ഉണ്ട്. അത്രയും ഓർത്താൽ മതി, കിക്ക് ദ ബക്കറ്റ്, ടു ഡൈ. അതുപോലെ തന്നെ ഈ എന്താ പറയാ സൂയിസൈഡ് ചെയ്യുക ആ സമയത്തൊക്കെ ഒരു ബക്കറ്റിന്റെ മണ്ടയിൽ കയറിയിട്ട് അതുപോലെ റോപ്പൊക്കെ കഴുത്തിലിട്ടിട്ട് ആ ബക്കറ്റ് ഇങ്ങനെ മാറ്റുമ്പോഴല്ലേ നമ്മൾ താഴേക്കാവുന്നത്. ആ ഒരു സംഭവത്തിലാണ് കിക്ക് ദ ബക്കറ്റ്. അങ്ങനെയും പറയാം, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ശരിക്കും ബക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിന് ഡെത്തിന്റെ മീനിങ് വരുന്നുണ്ട്, ആ ഒരു സ്ലാങ്ങിന്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇഡിയംസ് നിങ്ങൾ ഓർക്കേണ്ടതായിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ മീനിങ്സും അതിന്റെ ബാക്ക് സ്റ്റോറീസ് ഒക്കെ ഓർത്തിരുന്ന ഈ മീനിങ് പോലും നിങ്ങൾക്ക് ഓർക്കണം എന്നില്ല. ആ കറക്റ്റ് ആ ഒരു അത് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു സെന്റൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മൈൻഡിലോട്ട് വന്നോളും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് കുറച്ച് സിനോണിയംസ് ആണ്. അപ്പം ഇതില് 2 സെഷനായിട്ട് 10 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മീനിങ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തത് അബണ്ടന്റ്. അപ്പൊ എല്ലാവർക്കും അറിയാം അബണ്ടന്റ് എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് ഉണ്ട് എന്നുള്ള മീനിങ്ങിലല്ലേ വരുന്നേ. യെസ്, അബണ്ടന്റ് എന്ന് വെച്ചാൽ പ്ലെന്റി, ഒരുപാട്, സമൃദ്ധമായ, അങ്ങനെ ഒരു മീനിങ് ആണ് അബണ്ടന്റിന്റേത്. അപ്പം അബണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണ്, പ്ലെന്റി. പ്ലെന്റി എന്ന് പറയുന്ന മീനിങ്ങിലാണ് അബണ്ടന്റ് വരുന്നത്. അടുത്തതായിട്ട് സിനോണിയം ഓഫ് സീസ്. സീസ് ചെയ്യുക കേട്ടിട്ടില്ലേ, എന്ന് വെച്ചാൽ എന്താ, സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക. ആ ഒരു മീനിങ് ആണ് സീസിന് വരുന്നത്. അപ്പം സീസ് എന്ന് പറയുമ്പം സ്റ്റോപ്പ്, ഈ ഒരു മീനിങ് ആണ് സീസിന് വരുന്നത്. സിനോണിയം ഓഫ് ജെനുവിൻ. ജെനുവിൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ട്രൂ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലാണ് ജെനുവിൻ എന്ന് പറയുന്നത്. അപ്പൊ ജെനുവിൻ മീൻസ്
ട്രൂ. അടുത്തതായിട്ട് സിനോണിയം ഓഫ് ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര അൺഫ്രണ്ട്ലി ആയിട്ടുള്ള, അത്ര ഫ്രണ്ട്ലി അല്ലാത്ത, എന്താ പറയാ, ഒരു എനിമി ബേസിലൊക്കെ കാണുക എന്ന് പറയില്ലേ, അതാണ് ഹോസ്റ്റൈൽ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്താ? അൺഫ്രണ്ട്ലി. അൺഫ്രണ്ട്ലി. അടുത്തത് സിനോണിയം ഓഫ് ഇന്നെവിറ്റബിൾ. ഇന്നെവിറ്റബിൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്തത്, എന്താ പറയാ, ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള, അൺഅവോയ്ഡബിൾ എന്നൊക്കെ പറയൂലേ, ആ ഒരു മീനിങ് ആണ് ഇന്നെവിറ്റബിളിന് വരുന്നത്. ഓക്കെ. അടുത്തത് സിനോണിയം ഓഫ് ഒബ്സ്ക്യൂർ. ഒബ്സ്ക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്ലിയർ അല്ലാത്ത, ഉറപ്പില്ലാത്ത, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഒബ്സ്ക്യൂർ എന്ന് വരുന്നത്. അപ്പം അൺക്ലിയർ, ആ ഒരു മീനിങ് ആണ് ഒബ്സ്ക്യൂറിന് വരുന്നത്. അടുത്തതായിട്ട് സിനോണിയം ഓഫ് പ്രൂഡന്റ്. പ്രൂഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വയസ്സായിട്ട് തീരുമാനം എടുക്കുക, ഭയങ്കര എന്താ പറയാ, വെൽ ജഡ്ജ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ജഡ്ജ് ചെയ്ത് ഒരു മുൻവിധിയോടെയൊക്കെ തീരുമാനിക്കുക എന്ന് പറയത്തില്ലേ, അതാണ് പ്രൂഡന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വൈസ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്, വൈസ്. അടുത്തതായിട്ട് സിനോണിയം ഓഫ് റിലക്റ്റന്റ്. റിലക്റ്റന്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് താല്പര്യമില്ലാതെ, റെഡി അല്ലാതെ, എന്താ പറയാ, റെസിസ്റ്റ് ചെയ്ത് നിൽക്കൂലേ, അതാണ് റിലക്റ്റന്റ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് നമുക്ക് പറയാം അൺറെഡി എന്ന് പറയാം, അൺറെഡി. അടുത്തതായിട്ട് സിനോണിയം ഓഫ് ട്രിവിയൽ. ട്രിവിയൽ എന്ന് വെച്ചാൽ അത്ര ആവശ്യമില്ലാത്ത, അൺവോണ്ടഡ് ആയിട്ടുള്ള, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ട്രിവിയൽ എന്ന് പറയുന്നത്. ഇൻഎസെൻഷ്യൽ അല്ലെങ്കിൽ അൺവോണ്ടഡ് എന്ന് നമുക്ക് പറയാം. അടുത്തായിട്ട് വിഗറസ്. നമ്മൾ കേട്ടില്ലേ, വിഗറസ് ആയിട്ടുള്ള എക്സസൈസ്, വിഗറസ് ആയിട്ടുള്ള പ്രാക്ടീസ്, അതിന്റെ അർത്ഥത്തിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, സ്ട്രെങ്ത്, അതുപോലെ സ്ട്രോങ്, അങ്ങനത്തെ ഒരു മീനിങ് ആണ് വിഗറസിന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് we can call it energetic. അപ്പം ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ നോക്കിയത്. ഒന്നുകൂടെ പറയാം. അബണ്ടന്റ് എന്ന് പറയുന്ന മീനിങ് പ്ലെന്റി, ഒരുപാടുണ്ട്, സമൃദ്ധമായ, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. സീസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ്, തടയുക അല്ലെങ്കിൽ നിർത്തലാക്കുക, അങ്ങനത്തെ ഒരു മീനിങ്. ജെനുവിൻ എന്ന് വെച്ചാൽ ട്രൂ, ഭയങ്കര ഒതന്റിക് ആയിട്ടുള്ള, ട്രൂ, റിയൽ ആയിട്ടുള്ള. അടുത്ത ഹോസ്റ്റൈൽ, അൺഫ്രണ്ട്ലി, അത്ര ഫ്രണ്ട്ലി അല്ലാത്ത, ഓപ്പോസ് ചെയ്യുന്ന, നമ്മളിങ്ങനെ എതിർത്ത് നിൽക്കുന്ന ആ ഒരു മീനിങ് ആണ് ഹോസ്റ്റൈൽ എന്ന് പറയുന്നത്. ഇന്നെവിറ്റബിൾ, അൺഅവോയ്ഡബിൾ, മാറ്റി നിർത്താൻ പറ്റാത്തത്, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അടുത്തത് ഒബ്സ്ക്യൂർ, അൺക്ലിയർ, അത്ര ക്ലിയർ അല്ലാത്ത, വേഗ് ആയിട്ടുള്ള, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. പ്രൂഡന്റ്, വൈസ്, വെൽ ജഡ്ജ്ഡ്, അതുപോലെ എന്താ, ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള, അങ്ങനത്തെ. റിലക്റ്റന്റ് എന്ന് പറയുമ്പോൾ അൺറെഡി, റെസിസ്റ്റ് ചെയ്ത് നിൽക്കുക, റെഡി അല്ലാത്ത, താല്പര്യമില്ലാത്ത, അങ്ങനത്തെ ഒരു മീനിങ് ആണ് റിലക്റ്റന്റ്. അടുത്തത് ട്രിവിയൽ. ട്രിവിയൽ എന്ന് വെച്ചാൽ അത്ര ആവശ്യമില്ലാത്ത, അൺനെസസറി, അൺവോണ്ടഡ്, ഇൻഎസെൻഷ്യൽ, ആ ഒരു മീനിങ് ഒക്കെയാണ് ട്രിവിയൽ. അടുത്ത വിഗറസ് എന്ന് പറയുമ്പോൾ എനർജറ്റിക്, ഭയങ്കര എനർജി ഉള്ള, ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ് വിഗറസ് എന്ന് പറയാം. ഓക്കെ. ഇനി നമുക്ക് സിനോണിംസിന്റെ ഒരു വർക്ക്ഔട്ട് സെഷൻ നോക്കാം. ഓക്കെ. അപ്പൊ ഇതില് സിനോണിയം ഓഫ് അബണ്ടന്റ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, അബണ്ടന്റ് മീനിങ് എന്താ? സമൃദ്ധമായ. അപ്പൊ ഇതിൽ ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ സ്കേഴ്സ്, ഓപ്ഷൻ ബി പ്ലെന്റിഫുൾ, ഓപ്ഷൻ സി ലിമിറ്റഡ്, ഓപ്ഷൻ ഡി റെയർ. ഏതാണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് പ്ലെന്റിഫുൾ ആണ്, ഒരുപാടുള്ളത്. പ്ലെന്റി, പ്ലെന്റി മീൻസ് ഒരുപാട്. അപ്പൊ ഈ ബാക്കി വേർഡ്സ് ഒക്കെ എന്തായിരിക്കും? അതിന്റെ ആന്റണിംസ് ആണ്. സ്കേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര എന്താ പറയാ, ക്ഷാമം, അങ്ങനെയൊക്കെ പറയൂലേ, അതാണ് സ്കേഴ്സ്. ലിമിറ്റഡ്, ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള. റെയർ, ഭയങ്കര റെയർ ആയിട്ടുള്ള, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പം ഇതിന്റെ സിനോണിയം കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് പ്ലെന്റിഫുൾ ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പ്ലെന്റിഫുൾ. അടുത്ത ക്വസ്റ്റ്യൻ, സിനോണിയം ഓഫ് സീസ്. സീസ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ എന്താണ് അതിന്റെ മീനിങ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ കണ്ടിന്യൂ, തുടരുക. ഓപ്ഷൻ ബി സ്റ്റാർട്ട്, തുടങ്ങുക. ഓപ്ഷൻ സി സ്റ്റോപ്പ്, നിർത്തുക. ഓപ്ഷൻ ഡി അതും ബിഗിൻ, സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഏതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി സ്റ്റോപ്പ്. അപ്പൊ സീസിന്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ്. അതുപോലെ അബണ്ടന്റ് എന്ന് വെച്ചാൽ പ്ലെന്റിഫുൾ. അടുത്തത് സിനോണിം ഓഫ് ജെനുവിൻ. ജെനുവിൻ എന്ന് വെച്ചാൽ ഭയങ്കര റിയൽ ആയിട്ടുള്ള, ജെനുവിൻ പേഴ്സൺ എന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര റിയൽ ആയിട്ടുള്ള. അപ്പൊ ഓപ്ഷൻ എ ഫേക്ക്, ഓപ്ഷൻ ബി ഒത്തന്റിക്, ഓപ്ഷൻ സി ഫോൾസ്, ഓപ്ഷൻ ഡി ആർട്ടിഫിഷ്യൽ. അപ്പം ജെനുവിന്റെ മീനിങ് ഏതാ? ഒത്തന്റിക്. ബാക്കിയൊക്കെ അതിന്റെ ആന്റണിംസ് ആണ്. അടുത്ത സിനോണിയം ഓഫ് ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ? അൺഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്താ പറയാ, ഭയങ്കര എതിർത്ത് നിൽക്കുന്ന, ഒപ്പോസ് ചെയ്യുന്ന, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പം ഹോസ്റ്റൈൽ എന്ന് പറയുന്നതിന്റെ മീനിങ് നമുക്ക് ഇത് നോക്കാം. ഓപ്ഷൻ എ ഫ്രണ്ട്ലി അല്ല, ഓപ്ഷൻ ബി കൈൻഡ്, അതുമല്ല, ഓപ്ഷൻ സി അഗ്രസീവ്. അതെ, അഗ്രസീവ് ആണ് ഹോസ്റ്റൈൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് പീസ്ഫുൾ ആണ്. അപ്പൊ ഇത്രയല്ല, ഇതെല്ലാം ആന്റണിംസ് ആണ്. അപ്പൊ ഹോസ്റ്റൈലിന്റെ മീനിങ്
അഗ്രസീവ്, നമുക്ക് എതിരെയായിട്ടുള്ള, നമ്മളെ ഒപ്പോസ് ചെയ്യുന്ന, അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു വാക്കാണ് ഹോസ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സിനോണിയം ഓഫ് ഇന്നെവിറ്റബിൾ. ഇന്നെവിറ്റബിൾ ഞാൻ പറഞ്ഞാണ്, നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന വേർഡാണ് ഇന്നെവിറ്റബിൾ എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അവോയ്ഡബിൾ, ഓപ്ഷൻ ബി അൺസർട്ടൻ, ഓപ്ഷൻ സി അൺഅവോയ്ഡബിൾ, ഓപ്ഷൻ ഡി ഓപ്ഷണൽ. അപ്പൊ ഇതിൽ ഏതാ? അവോയ്ഡബിൾ ആണോ? അല്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതാ വരുന്നേ? അൺഅവോയ്ഡബിൾ. അപ്പൊ ഓപ്ഷൻ സി അൺഅവോയ്ഡബിൾ, അതാണ് ഇന്നെവിറ്റബിൾ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. അടുത്തതായിട്ട് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിനോണിം ഓഫ് ഒബ്സ്ക്യൂർ. ഒബ്സ്ക്യൂർ എന്ന് വെച്ചാൽ ഞാൻ എന്താ പറഞ്ഞത്? അത്ര ക്ലിയർ അല്ലാത്ത, ഉറപ്പില്ലാത്ത, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പം ഒബ്സ്ക്യൂറിന്റെ മീനിങ് ഇവിടെ വരുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ക്ലിയർ അല്ല, ഓപ്ഷൻ ബി വേഗ്, ഓപ്ഷൻ സി ഒബ്വിയസ്, ഓപ്ഷൻ ഡി ബ്രൈറ്റ്. അപ്പൊ ഏതാണ്? വേഗ്. അതാണ് അൺക്ലിയർ, ക്ലിയർ അല്ലാത്ത എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന വേർഡ് ആണത്. അപ്പൊ അടുത്തത് 7 സിനോണിം ഓഫ് പ്രൂഡന്റ്. പ്രൂഡന്റിന്റെ മീനിങ് ഞാൻ പറഞ്ഞ എന്താ? ഭയങ്കര വൈസ്, ബുദ്ധിപരമായ അങ്ങനത്തെ ഒരു മീനിങ് ആണ് പ്രൂഡന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റെക്ലെസ്, ഓപ്ഷൻ ബി കെയർലെസ്, ഓപ്ഷൻ സി വൈസ്, ഓപ്ഷൻ ഡി ഫുളിഷ്. ഏതാണ്? ബുദ്ധിപരമായിട്ടുള്ളതെന്നല്ലേ? അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വൈസ്. അടുത്തതായിട്ട് ഞാനിപ്പോ ഇത് പറയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ, ആൻസർ പറയുന്നതിന് മുന്നേ ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഓപ്ഷൻ 8, അടുത്ത ക്വസ്റ്റ്യൻ 8 സിനോണിയം ഓഫ് റിലക്റ്റന്റ്. റിലക്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ? താല്പര്യമില്ലാത്ത, റെഡി അല്ലാത്ത, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഈഗർ അല്ല, ഓപ്ഷൻ ബി വില്ലിംഗ് അല്ല, ഓപ്ഷൻ സി ഹെസിസ്റ്റന്റ്, ഓപ്ഷൻ ഡി റെഡി. അപ്പൊ ഏതാണ്? ഹെസിറ്റന്റ് ആണല്ലേ? ഓപ്ഷൻ സി ഹെസിറ്റന്റ്. അടുത്ത 9th ക്വസ്റ്റ്യൻ സിനോണിയം ഓഫ് ട്രിവിയൽ. ട്രിവിയൽ എന്താ ഞാൻ പറഞ്ഞേ? അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത, അൺനെസസറി ആയിട്ടുള്ള, ഇൻഎസെൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു മീനിങ് ആണ് ട്രിവിയൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഇതിൽ ഏതാ? ഓപ്ഷൻ എ ഇമ്പോർട്ടന്റ് അല്ല, ഓപ്ഷൻ ബി ഇൻസിഗ്നിഫിഷ്യന്റ്, ഓപ്ഷൻ സി മേജർ, ഓപ്ഷൻ ഡി സീരിയസ്. ഏതാണ്? ഇൻസിഗ്നിഫിക്കന്റ്. അതാണ് ട്രിവിയലിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് 10th ക്വസ്റ്റ്യൻ സിനോണിയം ഓഫ് വിഗറസ്. വിഗറസ് എന്ന് വെച്ചാൽ ഞാൻ എന്താ പറഞ്ഞേ? ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മീനിങ് ആണ്. റോബസ്റ്റ് ആയിട്ടുള്ള, അതാണ് വിഗറസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേതാ? ഓപ്ഷൻ എ വീക്ക്, ഓപ്ഷൻ ബി എനർജറ്റിക്, ഓപ്ഷൻ സി ടയേർഡ്, ഓപ്ഷൻ ഡി ലേസി. ഏതാണ്? ഓപ്ഷൻ ബി എനർജറ്റിക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ അതിന്റെ മീനിങ് നോക്കി, പിന്നെ ആ വേർഡ്സ് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി അല്ലേ, അത് എങ്ങനെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വേർഡ്സ് മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ 10 വേർഡ്സ് പഠിച്ചു, അതിന്റെ മീനിങ്സും അതിന്റെ സിനോണിംസ് ഒക്കെ മനസ്സിലായില്ലേ? അടുത്തത് നമുക്ക് നോക്കാം. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, നമുക്ക് നോക്കാം. അതില് ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. മനുഷ്യ മാംസം തിന്നുന്ന ഒരു മനുഷ്യനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പൊ ഓപ്ഷൻ എ വെജിറ്റേറിയൻ അല്ല, ഓപ്ഷൻ ബി കാനിബൽ, ഓപ്ഷൻ സി കാർണിവോർ, ഓപ്ഷൻ ഡി ഹെർബിവോർ. ഏതാണ്? മനുഷ്യ മാംസം തിന്നുന്ന കാനിബൽ. കാനിബൽ, നരഭോജി, ആ ഒരു അർത്ഥമാണ് കാനിബൽ എന്ന് പറയുന്നത്. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ 1 വേർഡ് ഫോർ എ ഗവൺമെന്റ് ബൈ ഒഫീഷ്യൽസ്. ഒഫീഷ്യൽസ് റൺ ചെയ്യുന്ന ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റ് ഡെമോക്രസി അല്ലേ, ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അല്ലേ? പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ അല്ലേ? അത് പീപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇത് എ ഗവൺമെന്റ് ബൈ ഒഫീഷ്യൽസ് ആണ്. ഒഫീഷ്യൽസ് എന്ന് പറയുമ്പോൾ ബ്യൂറോക്രസി. ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താ? അത് പീപ്പിളുമായിട്ട് കണക്ട് ചെയ്യാം. മൊണാർച്ചി എന്ന് പറയുമ്പോൾ കിങ് ആയിട്ട് കണക്ട് ചെയ്യാം. അനാർച്ചി എന്ന് പറയുമ്പോൾ ലോലെസ് ആയിട്ടുള്ള, ഒരു നിയമവും ഇല്ലാത്ത ആ ഒരു മീനിങ് ആണ് അനാർച്ചി എന്ന് പറയുന്നത്. അപ്പം ബ്യൂറോക്രസി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 1 വേർഡ് ഫോർ വൺ ഹൂ സ്പീക്സ് ലെസ്. വളരെ കുറച്ച് സംസാരിക്കുന്ന ആളെ പറയുന്ന പേരെന്താണ്? അതിൽ ഓപ്ഷൻ എ ടോക്കറ്റീവ് അല്ല. ടോക്കറ്റീവ് എന്ന് പറയുന്നത് എന്താ? എപ്പോഴും സംസാരിക്കുന്ന, ഒരുപാട് സംസാരിക്കുന്ന എന്നാണ് അർത്ഥം വരുന്നത്. ഓപ്ഷൻ ബി വേർബോസ്. വേർബോസ് എന്ന് പറയുന്നത് ഓവർ ആയിട്ട് സംസാരിക്കുന്ന, ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, ഭയങ്കര വാചാലമാവുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മീനിങ് ആണ് വേർബോസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ടാസിറ്റേൺ, ഓപ്ഷൻ ഡി എലക്വന്റ്. എലക്വന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഭയങ്കര എന്താ പറയാ, നല്ല സംസാരിക്കാനും ഒരുപാട് എന്താ പറയാ ഐഡിയാസ് ഉള്ള അങ്ങനത്തെ ഒരു മീനിങ് ആണ് എലക്വന്റ് എന്ന് പറയുന്നത്. അപ്പം വളരെ കുറച്ച് സംസാരിക്കുന്ന ആളെ പറയുന്ന പേരാണ് ടാസിറ്റേൺ. ഓക്കെ, ടാസിറ്റേൺ. അടുത്തത് 1 വേർഡ് ഫോർ എ പേഴ്സൺ
who loves his country. രാജ്യത്തെ സ്നേഹിക്കുന്ന ആളെ എന്താ പറയുന്നത് നമുക്കറിയാം, പാട്രിയോട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? പാട്രിയോട്ട്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, one word for the study of coins. കോയിൻസിനെ കുറിച്ചുള്ള പഠനം അതെന്താണ്? ഫിലാറ്റലി. ഫിലാറ്റലി എന്ന് വെച്ചാൽ ഈ സ്റ്റാമ്പ്സ് ഒക്കെ കളക്ട് ചെയ്യൂലേ, സ്റ്റാമ്പ്സ്, പോസ്റ്റൽ സ്റ്റാമ്പ്സ്, അതാണ് ഫിലാറ്റലി എന്ന് പറയുന്നത്. അതുപോലെ ന്യൂമിസ്മാറ്റിക്സ്, പിന്നെ ആർക്കിയോളജി നമുക്കറിയാം, ജിയോളജി അതും അറിയാം. അപ്പം സ്റ്റഡി ഓഫ് കോയിൻസ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? വൺ വേർഡ് എന്താണ്? ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് കോയിൻസ്, കോയിൻസിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ ഇത്രയും വൺ വേർഡ്സ് കിട്ടിയില്ലേ? ഇനി അടുത്തത് നമ്മളിപ്പോ 5 വൺ വേർഡ്സ് പഠിച്ചു. അടുത്ത വേർഡ്സ് നോക്കാം. വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു cannot read or write. എഴുതാനോ വായിക്കാനോ പറ്റാത്ത ഒരു പേഴ്സണെ പറയുന്ന പേര്. ഓപ്ഷൻ എ എഡ്യൂക്കേറ്റഡ് ആണോ? അല്ല. ബി സ്കോളർ. ഓപ്ഷൻ സി ഇല്ലിറ്ററേറ്റ്. ഓപ്ഷൻ ഡി ലിറ്ററേറ്റ്. അപ്പൊ എഴുതാനും വായിക്കാനും അറിയാത്ത ആളെ ഇതിൽ ഏതാ പറയുന്നത്? ഓപ്ഷൻ സി ഇല്ലിറ്ററേറ്റ്. അടുത്തത് വൺ വേർഡ് ഫോർ എ പ്ലേസ് വെയർ ഗ്രെയിൻ ഈസ് സ്റ്റോർഡ്. ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ സ്ഥലത്തെ പറയുന്ന പേരെന്താണ്? ലൈബ്രറി ആണോ? അല്ല. ഗ്രാനറി, ബേക്കറി, മാർക്കറ്റ്. ഇപ്പൊ ഏതാ? ഗ്രാനറി. ഗ്രാനറിയിലാണ് ധാന്യപുര, ഗ്രാനറിയിലാണ് ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അടുത്തത് വൺ വേർഡ് ഫോർ വൺ ഹു വാക്സ് ഓൺ ഫുട്ട്. കാലിൽ നടക്കുന്ന, അത് കാൽനടയായിട്ട് പോകുന്നതിനെ പറയുന്ന പേരെന്താണ്? പെഡസ്ട്രിയൻ. അതാണ് ഇതിന്റെ ആൻസർ അല്ലേ? പെഡസ്ട്രിയൻ എന്ന് വെച്ചാൽ എന്താ? വൺ ഹു വാക്സ് ഓൺ ഫുട്ട്. അടുത്തത് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പറയുന്ന പേരെന്താണ്? എയ്ത്തിസ്റ്റ് ആണോ? അല്ല. ആഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ ദൈവമുണ്ടോ, അതിന്റെ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് തെളിവില്ലല്ലോ, ഉറപ്പില്ലല്ലോ, അത്ര ഉറപ്പില്ലാത്ത ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ആഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? അല്ല, വൺ വേർഡ് എന്താ? ഓപ്ഷൻ ബി theist. അതാണ് പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്. അടുത്തത് വൺ വേർഡ് ഫോർ ദ മർഡർ ഓഫ് എ കിങ്. ഒരു കിങ്ങിനെ കൊല്ലുക. നമ്മൾ സ്വന്തമായിട്ട്, അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് എന്താ പറയാ? സൂയിസൈഡ് എന്നാ പറയാ. അപ്പൊ ഒരു കിങ്ങിനെ കൊല്ലുന്നതിന് എന്തോ പറയുന്നേ? ഇറ്റ്സ് റെജിസൈഡ്. അപ്പം റെജിസൈഡ് എന്ന് വെച്ചാൽ എന്താ? ദ മർഡർ ഓഫ് എ കിങ്. അപ്പൊ നമ്മൾ എത്ര വേർഡ്സ് പഠിച്ചു? ഇപ്പൊ 10 വൺ വേർഡ്സും പഠിച്ചു. അപ്പൊ നമ്മൾ ആദ്യം 10 ഇഡിയംസ് പഠിച്ചു, അതിന്റെ ബാക്ക് സ്റ്റോറി പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇനി അത് മറന്നു പോവില്ല, കാര്യം നമുക്ക് അതിന്റെ കഥ അറിയാം. അപ്പൊ അതിന്റെ മീനിങ്ങിനേക്കാളും മുന്നേ നമുക്ക് ആ കഥ ഓർമ്മ വരും. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ഒരു സെന്റൻസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചേ? സിനോണിംസ് പഠിച്ചു, അതിന്റെ വർക്ക്ഔട്ട് പോലെ ചെയ്തു. അടുത്തത് ഇപ്പൊ നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും പഠിച്ചു. ഓക്കെ, അടുത്തത് നമ്മൾ ഈ പഠിച്ചതൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ഒരു ക്വിസ് പോലെ. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ടു സ്റ്റാർട്ട് ഇഡിയംസിന്റെ ആണേ. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇത് പറയുമ്പോൾ തന്നെ ഓർമ്മ വരണം. ടു സ്റ്റാർട്ട് ദ മീറ്റിംഗ് കംഫർട്ടബിളി ഹി ടോൾഡ് എ ജോക്ക് ടു ഡാഷ്. മീറ്റിംഗ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ജോക്ക് പറഞ്ഞു. ജോക്ക് ടു എന്തിനു വേണ്ടി പറഞ്ഞു? അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞില്ലേ ഐസ് ബ്രേക്കിംഗ് സെഷൻ. അപ്പൊ എന്താണ്? ടു ബ്രേക്ക് ദ ഐസ്. അതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ടു ബ്രേക്ക് ദ ഐസ്. അടുത്തത് ഷി ഹാഡ് ടു ഡാഷ് ആൻഡ് അക്സെപ്റ്റ് ദ ഡിഫിക്കൾട്ട് ഡിസിഷൻ വിത്ത് ഗ്രേസ്. അപ്പൊ നമ്മൾ പഠിച്ചാണ് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ബ്രേവ് ആയിട്ട് നേരിടുന്ന ആ ഒരു മീനിങ് വരുന്ന ഫ്രേസ് ഏതാണ്? ഇപ്പൊ സോൾജേഴ്സിനെ ഓർക്കുക. അനസ്തേഷ്യ ഇല്ലാതിരുന്ന സമയത്ത് ബുള്ളറ്റ്സ് കടിച്ചു പിടിച്ച പെയിൻ ടോളറേറ്റ് ചെയ്ത ആ ഒരു സംഭവം വെച്ചിട്ടല്ലേ ഇത് പറയുന്നത്. അപ്പൊ എന്താണ്? ഷി ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ്. ഷി ഹാഡ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ആൻഡ് അക്സെപ്റ്റ് ദ ഡിഫിക്കൾട്ട് ഡിസിഷൻ വിത്ത് ഗ്രേസ്. അടുത്തത് he accidentally dash about the surprise birthday party. അപ്പം സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയെ കുറിച്ച് അറിയാതെ ആക്സിഡന്റലി, അപ്പം നമ്മളൊരു സീക്രട്ട് റിവീൽ ചെയ്യുമല്ലേ അവിടെ ചെയ്തത്. അപ്പൊ അതിന്റെ മീനിങ് ഏതായിരുന്നു? let the cat out of the bag. let the cat out of the bag. ഓക്കെ, അപ്പൊ ഈ 3 ഇഡിയംസും എങ്ങനെയാ, നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോ നമുക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് അത് ഓർമ്മ വന്നതെന്ന്. അപ്പൊ നമ്മൾ ആ ബാക്ക് സ്റ്റോറി വെച്ചിട്ടല്ലേ ഓർത്തത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ അവിടെ ഓർക്കുക. അടുത്തത് കുറച്ച് സിനോണിംസ്. അത് ഹാപ്പി എന്ന് പറയുന്ന വേർഡ് ഫാമിലിയിൽ വരുന്ന കുറച്ച് വേർഡ്സ്, ഹാപ്പി എന്നുള്ള മീനിങ് വരുന്ന കുറച്ച് വേർഡ്സ്, അതുപോലെ ബിഗ് വേർഡ് ഫാമിലിയിൽ വരുന്ന കുറച്ച് വേർഡ്സ്, പിന്നെ ഡിഫിക്കൾട്ട് എന്ന് പറയുന്ന വേർഡ് ഫാമിലിയിൽ വരുന്ന കുറച്ച് വേർഡ്സും ഉണ്ട്.
അപ്പൊ ഈ ഹാപ്പി എന്ന് പറയുന്ന മീനിങ്ങിന്റെ ഈ ഹാപ്പി എന്ന് പറയുമ്പോൾ എന്താ സന്തോഷം. ഈ സന്തോഷത്തിന്റെ ഒരു ലെവല് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സന്തോഷം, ഒരുപാട് സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷം. അപ്പൊ ഇതിനെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വേർഡ്സ് ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഈച്ച് വേർഡ് കൺവൈസ് എ ഡിഫറെന്റ് ഇന്റൻസിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് ഹാപ്പിനെസ്. ടൈപ്പ് ഓഫ് ഹാപ്പിനെസ്സും അതിന്റെ ഇന്റൻസിറ്റി അത് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വേർഡ്സ് ഉള്ളത്. അതും ഹാപ്പിയുടെ മീനിങ് വരുന്നതാണ്. ജോയ്ഫുൾ, എലേറ്റഡ്, കണ്ടന്റ്, ചിയർഫുൾ. അപ്പൊ ഇത്രയും വേർഡ്സ് ഹാപ്പിയുടെ സിനോണിംസ് ആണ്. ജോയ്ഫുൾ, റിലേറ്റഡ്, കണ്ടന്റ്, ചിയർഫുൾ. അടുത്തത് ബിഗ് ഫാമിലി. ബിഗ് എന്ന് പറയുന്ന വേർഡ് ഫാമിലിയിൽ വരുന്നത്. അതും ഇതേപോലെ എന്താ പറയാ സൈസിന്റെ ഡിസ്ക്രിപ്റ്റേഴ്സ് ആണ് ഓരോ വേർഡ്സും. നമുക്ക് നോക്കാം. ഹ്യൂജ്, മാസീവ്, എനോർമസ്, അടുത്ത ജൈസാൻറ്റിക്. ഇതെല്ലാം ഭയങ്കര വലുത്, ഒരുപാട് വലുത് എന്ന് പറയുന്ന ഒരു മീനിങ്ങിൽ പറയുന്ന വേർഡ്സ് ആണ്. സൈസ് ഡിസ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് എസ്കലേറ്റ് ഫ്രം ലാർജ് ടു ട്രൂലി ഇമ്മൻസ്. ലാർജിൽ നിന്ന് ഒരുപാട് വലുതിലേക്ക് അത്രയും കാണിക്കുന്ന സൈസ് ഡിസ്ക്രിപ്റ്റേഴ്സ് ആയിട്ടുള്ള വേർഡ്സ് ആണിത്. ഹ്യൂജ്, മാസീവ്, എനോർമസ്, ജൈജാന്റിക്. അടുത്തത് ഡിഫിക്കൾട്ട് എന്ന് പറയുന്ന വേർഡ് ഫാമിലിയിൽ വരുന്ന നോക്കാം. ഹാർഡ്, ടഫ്, ഹാർഡ്, ചലഞ്ചിങ്. അപ്പം ഇതെന്താണ്? എക്സ്പ്രസിങ് വേരിയിങ് ഡിഗ്രീസ് ഓഫ് ഡിഫിക്കൽട്ടി ആൻഡ് എഫേർട്സ് റിക്വയർഡ്. നമ്മൾ എത്രത്തോളം അത് ഡിഫിക്കൽട്ട് ആണ്, എത്രത്തോളം എഫേർട്ടിന്റെ ആവശ്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ടൈപ്പ് ഓഫ്, അതായത് അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ വേർഡ്സിന്റെ അതിന്റെ മീനിങ്സ് വരുന്നുണ്ട്. ഹാർഡ്, ടഫ്, ഹാർഡസ്റ്റ്, ചലഞ്ചിങ്. അപ്പൊ ഇത്രയും വേർഡ്സ് നിങ്ങൾ ഓർത്തിരിക്കൂലേ? ഈ ഹാപ്പി എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത്രയും വേർഡ്സ് നിങ്ങൾക്ക് ഓർമ്മ വരണം. ലൈക്ക് ജോയ്ഫുൾ, എലേറ്റഡ്, കണ്ടന്റ്, ചിയർഫുൾ. അതുപോലെ ബിഗ് ഫാമിലിയിൽ ഹ്യൂജ്, മാസീവ്, എനോർമസ്, ജൈസാന്റിക്. അടുത്ത ഡിഫിക്കൽട്ട് ഫാമിലിയിൽ ഹാർഡ്, ടഫ്, ഹാർഡസ്റ്റ്, ചലഞ്ചിങ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ SSC MTS എക്സാം വാസ് വെരി ഡാഷ്. ഇപ്പൊ ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന മീനിങ് അല്ലേ വരുന്നത്. അപ്പൊ ഡിഫിക്കൽട്ട് ഫാമിലിയിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? വെരി ഹാർഡ്, വെരി ടഫ്, വെരി ചലഞ്ചിങ്. ഈ വേർഡ്സ് എല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്തൂലേ? അടുത്തത് ഷി ഫെൽറ്റ് ഡാഷ് ആഫ്റ്റർ ഹിയറിംഗ് ദ സെലക്ഷൻ ന്യൂസ്. അപ്പം സെലക്ഷൻ ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഷി ഫെൽറ്റ് ഹാപ്പി. അപ്പൊ അതിന് പകരം നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ യൂസ് ചെയ്യാം? ഷി ഫെൽറ്റ് ജോയ്ഫുൾ ആഫ്റ്റർ ഹിയറിംഗ് ദ സെലക്ഷൻ ന്യൂസ്, അങ്ങനെ പറഞ്ഞൂടെ? അതുപോലെ തന്നെ ഷി ഫെൽറ്റ് എലേറ്റഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ സെലക്ഷൻ ന്യൂസ്, അതും ഹാപ്പി എന്നുള്ള മീനിങ് വരുന്നതല്ലേ? അപ്പൊ നമുക്ക് സിനോണിംസ് പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സെന്റൻസിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഹാപ്പി എന്ന് പറഞ്ഞൊരു കോമൺ വേർഡ് അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് വൊക്കാബുലറി അറിയാവുന്ന ആൾക്കാർ അവിടെ എഴുതുന്ന സമയത്ത് എന്ത് ചിന്തിക്കും? ഇതിന് പകരം ഇതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഏത് നല്ല വേർഡ് യൂസ് ചെയ്യാം? അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ജോയ്ഫുൾ, എലേറ്റഡ്, കണ്ടന്റ്, ചിയർഫുൾ. ഇതൊക്കെ അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്നത്. വൊക്കാബുലറി ഒരുപാട് അറിയാവുന്നവർക്ക് നന്നായിട്ട് എന്താ പറയാ ക്രിയേറ്റീവ് ആയിട്ട് എഴുതാനും ഒക്കെ പറ്റും. അടുത്തത് ദ എലഫന്റ് ഈസ് എ ഡാഷ് അനിമൽ. എലിഫന്റ് എന്ന് പറയുന്നത് ഒരു ബിഗ് അനിമൽ ആണ്. അപ്പൊ നമുക്ക് അതിന് പകരം എലിഫന്റ് ഈസ് എ ഹ്യൂജ് അനിമൽ, എലിഫന്റ് ഈസ് എ മാസീവ് അനിമൽ, അതുപോലെ ജൈജാന്റിക് അനിമൽ, അങ്ങനെ പറഞ്ഞൂടെ? ഓക്കെ. അടുത്തത് അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് വേർഡ്സും കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തത് ബിബ്ലിയോഫൈൽ. അത് കുറെ പേർക്ക് അറിയാം അല്ലേ? എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ്. ബുക്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ബുക്സ് ഒക്കെ കളക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളെ വിളിക്കുന്ന പേരാണ് ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ ബിബ്ലിയോ, നമ്മൾ ബൈബിൾ എന്ന് പറയുന്നൊരു സംഭവം ഓർക്കാം. ബിബ്ലിയോ, ബൈബിൾ. അപ്പൊ എന്താണ്? ബുക്ക് ലവർ, ബുക്കിനെ ഒരുപാട് ഇഷ്ടമുള്ള ആള്, ആ ഒരു മീനിങ് ആണ്. അടുത്തത് അരക്നോഫോബിയ. ഫോബിയാസ് പല ടൈപ്പ് ഉണ്ടല്ലേ? പല ടൈപ്പ് പേടികളുണ്ട്. അതിൽ അരക്നോഫോബിയയുടെ മീനിങ് വരുന്നത് ഫിയർ ഓഫ് സ്പൈഡേഴ്സ്, സ്പൈഡേഴ്സിനെ പേടിക്കുക, അതാണ് അരക്നോഫോബിയ. അടുത്തത് സുവോളജിസ്റ്റ്. സുവോളജിസ്റ്റ് നമുക്കറിയാം, അനിമൽസിനെ കുറിച്ചുള്ള സ്റ്റഡി, അതിനെ കുറിച്ച് പഠിക്കുന്ന ആള്, അതാണ് സുവോളജിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ് ആൻഡ് കളക്ട്സ് ദം ഈസ് എ ബിബ്ലിയോഫൈൽ. അടുത്ത ക്വസ്റ്റ്യൻ, an extreme fear of spiders is called dash, arachnophobia. അടുത്തത്, എ പേഴ്സൺ ഹു സ്റ്റീൽ തിങ്സ് ഫ്രം others. ബാക്കിയുള്ളവരിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്ന ആളെ എന്താ വിളിക്കുന്നത്? തീഫ്. ഇറ്റ്സ് എ തീഫ്. ഓക്കെ. അടുത്തത് നമുക്ക് കുറച്ച് ഇഡിയംസിന്റെ മീനിങ്സ് ഇവിടെ നോക്കാം. ഒന്നും കൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബൈറ്റ് ദ ബുള്ളറ്റ്? ഞാൻ പറഞ്ഞാണ് ഏതാ? ടു കംപ്ലൈൻ ലൗഡ്ലി, ടു എൻഡ്യൂർ എ പെയിൻഫുൾ ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബ്രേവ്ലി, ടു ഈറ്റ് സംതിങ് വെരി ക്വിക്ലി. അപ്പൊ ഏതാണ്? ടു.
ടു എൻഡ്യൂർ എ പെയിൻഫുൾ ഓർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ബ്രേവ്ലി. അപ്പൊ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടണം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ അതിന്റെ മീനിങ്? അടുത്തത് വാട്ട് ഈസ് മീനിങ് ഓഫ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്? എന്താണ്? സീക്രട്ട് റിവീൽ ചെയ്യുക. അപ്പൊ ഏതാ? ടു റിവീൽ എ സീക്രട്ട് അൺഇന്റൻഷനലി. അതായത് നമ്മൾ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകത്തില്ലേ ചില സമയത്ത്, ആ ഒരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അടുത്തത് വാട്ട് ഡസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻ റിഗാർഡിംഗ് ഫ്രീക്വൻസി? അടുത്തത് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. വെരി ഓഫൺ, റെയർലി, എവറി നൈറ്റ്. ഫ്രീക്വൻസി അതായത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണോ അത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്? അല്ല, ഭയങ്കര റെയർ ആയിട്ട് സംഭവിക്കുന്നതാ. അപ്പൊ അതിന്റെ മീനിങ് വരുന്ന ഏതാ? റെയർലി. അടുത്തത് വാട്ട് ഡസ് പീസ് ഓഫ് കേക്ക് ഇംപ്ലൈ അബൌട്ട് ഡിഫിക്കൽട്ടി? ഡിഫിക്കൽട്ടിയെ കുറിച്ച് എന്താണ് പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന ഫ്രേസ് പറയുന്നത്? ഇറ്റ്സ് ഈസി. ഞാൻ പറഞ്ഞതല്ലേ, ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സമ്മാനമായിരുന്നു, ഈസി ആയിട്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമായിരുന്നു ആ ടൈമിൽ കേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈസി എന്ന് പറയുന്നൊരു മീനിങ്ങിൽ അവിടെ അത് യൂസ് ചെയ്യുന്നത്. അടുത്ത വാട്ട് ഡസ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് മീൻ അബൌട്ട് പ്രൈസ്? പ്രൈസിനെ കുറിച്ച് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് അതെന്താണ് പറയുന്നത്? കയ്യും കാലും നമുക്ക് അത്രയും വിലപ്പെട്ട സാധനങ്ങളല്ലേ, വിലപ്പെട്ട കാര്യങ്ങളല്ലേ. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവ്, ഭയങ്കര വിലപ്പെട്ടതാണ്. ആ ഒരു മീനിങ് ആണ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്. അടുത്തത് സിനോണിംസിന്റെ ഒരു സ്പീഡ് ടെസ്റ്റ് ആണേ. ഒന്നും കൂടെ അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഫൈൻഡ് ദ സിനോണിയം ഓഫ് അബണ്ടന്റ്. എന്താണ്? പ്ലെന്റിഫുൾ. ഫൈൻഡ് ദ സിനോണിയം ഫോർ ഹോസ്റ്റൈൽ. ഏതാണ്? അഗ്രസീവ്. ഫൈൻഡ് ദ സിനോണിയം ഫോർ prudent. ഏതാ? വൈസ്. ഫൈൻഡ് ദ സിനോണിയം ഫോർ ട്രിവിയൽ. ഇൻസിഗ്നിഫിക്കന്റ്. അടുത്തത് ഫൈൻഡ് ദ സിനോണിയം ഫോർ വിഗറസ്. ഭയങ്കര വിഗറസ് ആയിട്ടുള്ള മീൻസ് എനർജറ്റിക്. ഓക്കെ. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒരു ചലഞ്ച് നോക്കാം ഒന്നും കൂടെ. എ പേഴ്സൺ ഹു ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്. പെട്ടെന്ന് പറഞ്ഞോ, ഏതാ? കനൈബൽ. അടുത്തത് വൺ ഹു സ്പീക്സ് ലെസ്. വളരെ കുറച്ച് സംസാരിക്കുന്ന, ഏതാ? ടാസിറ്റൺ. യെസ്. അടുത്തത് എ പേഴ്സൺ ഹു കനോട്ട് റീഡ് ഓർ റൈറ്റ്. എഴുതാനോ വായിക്കാനോ പറ്റില്ല, ഏതാ? ഇല്ലിറ്ററേറ്റ്. ഓക്കെ. അടുത്തത് എ ഗവൺമെന്റ് ബൈ ഒഫീഷ്യൽസ്. ഒഫീഷ്യൽസ് റൺ ചെയ്യുന്ന ഗവൺമെന്റ്, ഏതാണ്? ബ്യൂറോക്രസി. അടുത്തത് എ പേഴ്സൺ ഹു ലവ്സ് ഹിസ് കൺട്രി. ഏതാ? പാട്രിയോട്ട്. വൺ ഹു വാക്സ് ഓൺ ഫുട്ട്. പെഡസ്ട്രിയൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് 10 ഇഡിയംസ് പഠിച്ചു, 10 സിനോണിയംസ് പഠിച്ചു, അതുപോലെ 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും പഠിച്ചു. ഇന്ന് പഠിച്ച ഇഡിയംസ് ആരും മറന്നുപോലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നമ്മൾ അതിന്റെ ബാക്ക് സ്റ്റോറി എല്ലാം പറഞ്ഞു. അത് കാണുമ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു വേർഡ് ഫ്രേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മീനിങ് ഓർമ്മ വരും. അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലാ ആഴ്ചയിലും 2 സെഷൻസ്, 2 വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ ഓരോ സെഷനിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കും. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വൊക്കാബുലറി എന്ന് പറയുന്നത് കുറെ പേർക്ക് ഭയങ്കര പാടുള്ള കാര്യമാണ്, അതേസമയം എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ വൊക്കാബുലറി പാടാണെന്ന് പറയല്ലേ, കാര്യം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇനിയും ഇതിന്റെ വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.